ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രിറ്റി ടെയിൽസ്. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് 3 ഓഫ് സ്കിൻ കെയർ സീരീസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി സ്കിൻ കെയർ റൂട്ടീൻ ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഫൈൻഡ് യുവർ സ്കിൻ ടൈപ്പും ഹൗ ടു ഫൈൻഡ് യുവർ ആക്നെ ടൈപ്പും. ആൻഡ് ഇനിയാണ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് അതൊരു സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഓവർനൈറ്റ് റിസൾട്ട്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളിത് കറക്റ്റായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഒരു പീരീഡ് ഓഫ് ടൈം നമ്മളിത് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല വിസിബിൾ റിസൾട്ട്സ് കിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലായിരിക്കണം സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളിത് വർക്ക് ആവില്ല എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും വർക്ക് ആവില്ല. സോ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ച് പറയാം. അപ്പോൾ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഇത് CTMS, അതായത് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. ആൻഡ് അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസർ. അപ്പോൾ എന്താണ് ക്ലെൻസർ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ക്ലെൻസിങ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലെൻസർ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫേസ് വാഷ്, നമ്മുടെ റെഗുലർ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നതിനെയാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിലും സ്വെറ്റും ഡേർട്ടും ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് വാഷ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന ഫേസ് വാഷ് വേണം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും നമ്മുടെ ഫേസ് ഓവറായിട്ട് ക്ലെൻസ് ചെയ്യാൻ പാടില്ല. കാരണം ഓവർ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കും. സോ ഡെയിലി 2 times മാത്രം നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. സോ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ടോണറായിട്ട് ഞാൻ റോസ് വാട്ടർ മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് എന്തിനാണ് ടോണർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിന് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഹൈഡ്രേഷൻ കൊടുക്കാനും പിന്നെ അടുത്ത സ്റ്റെപ്സിന് നമ്മുടെ ഫേസിനെയും സ്കിന്നിനെയും ഒന്ന് പ്രിപ്പയർ ആക്കാനുമാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യണത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസ് വാട്ടറാണ് ബിഗിനേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ അഗെയിൻ നമ്മുടെ സ്കിൻ ടൈപ്പിന് മാച്ചാണ് മോയ്സ്ചറൈസർ മാത്രമാണ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിന് ഹൈഡ്രേഷൻ കൊടുക്കാനും ആ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ആൻഡ് ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ പുറത്തു പോകുമ്പോൾ മാത്രമല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിനകത്താണെങ്കിലും നമ്മുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ സൺസ്ക്രീനിൻ്റെ യൂസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സൺ പ്രൊട്ടക്ഷനും UV പ്രൊട്ടക്ഷനും, ഇത് കൂടാതെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ്, ഫൈൻ ലൈൻസ്, ഈ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ടൈം നമുക്ക് നല്ല വിസിബിൾ റിസൾട്ട്സ് കാണാൻ പറ്റും. സോ ഇതാണ് ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ. ആൻഡ് ഇത് കൂടാതെ നമുക്കിപ്പോൾ സീറംസ് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടോണർ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം, സീറംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് സീറംസ് എപ്പോഴും നമുക്ക് മേജറായിട്ട് വല്ല സ്കിൻ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സീറം റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ആക്നെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും മേജറായിട്ടൊരു കൺസേൺ ഉണ്ടെങ്കിൽ സീറംസ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് സിറംസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും 2 സിറംസ് ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓൾസോ ഒരു ദിവസം നമ്മൾ 2 times a day സിറംസ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒന്നല്ലെങ്കിൽ ഡേ ടൈം യൂസ് ചെയ്യുക അല്ലെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യുക. അല്ലാതെ 2 times a day നമ്മൾ സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. അതായത് മോർണിംഗ് ടൈമിലാണെങ്കിൽ നമുക്ക് ക്ലെൻസർ, ടോണർ, സീറം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. അതേ ടൈം നമ്മൾ നൈറ്റിലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ മേക്കപ്പ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ക്ലെൻസർ, ടോണർ, സീറം, മോയ്സ്ചറൈസർ, ഇതാണ് ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. ആൻഡ് ഇത് കൂടാതെ നമുക്കിനിയും ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് എങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഫേസ് മാസ്ക് നമുക്ക് വീക്ക്ലി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബിഗിനേഴ്സും ആണ്, നമ്മൾ ഓൾറെഡി ഫേസിൽ കുറച്ച് പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹോം മെയ്ഡ് മാസ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നമുക്ക് ഹോം മെയ്ഡ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് അധികം ഇറിറ്റേഷൻസ് ഒന്നും വരാതിരിക്കും. പിന്നെ സ്ക്രബ്, അതായത് എക്സ്ഫോളിയേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേഷൻ എപ്പോഴും മന്ത്ലി വൺസ് ചെയ്താൽ മതി. അതായത് നമ്മൾ പലരും ചെയ്യുന്നതാണ് വീക്ക്ലി വൺസ് നമ്മൾ മാസ്ക് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ സ്ക്രബ് വെച്ചിട്ട് ഫേസ് സ്ക്രബ് ചെയ്യും, അതായത് എക്സ്ഫോളിയേറ്റ് ചെയ്യും. പക്ഷെ അത് നമ്മുടെ ഫേസിൽ ഡാമേജ് ആക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാസ്ക് എപ്പോഴും വീക്ക്ലി ഇടും, സ്ക്രബ് എപ്പോഴും മന്ത്ലി വൺസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ മറക്കാതിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, അത് ലിപ് ബാമാണ്. അതായത് നമ്മൾ ഫേസും സ്കിന്നും കെയർ ചെയ്യണ പോലെ തന്നെ നമ്മൾ നമ്മുടെ ലിപ്പും കെയർ ചെയ്യണം. സോ ലിപ് ബാമും നമ്മൾ മറക്കാതെ ഈ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക.
സോ ഇതൊക്കെയാണ് നമ്മളൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ, ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ റൂട്ടീൻ. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ആൻഡ് എന്തെങ്കിലും തോട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ റുട്ടീൻ്റെ ഒരു ഓവർവ്യൂ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോസിൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സും പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ബൈ. ലവ് യു.